നഴ്സറി ഓഫ് ട്രൂത്ത് അമ്പലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണി തീരാത്ത അമ്പലം, ടെമ്പിളല്ല, ഒരു ബുദ്ധവിഹാര കേന്ദ്രം. അത് പണി തീരുന്നതെന്ന് ലോകം അവസാനിക്കുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. പക്ഷേ അതിപ്പോഴും പണിയോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ടെമ്പിള്. അമ്മോ, എന്താണ് കണ്ടല്ലോ, ഇവിടെ കാട് പിടിച്ച് കിടക്കുക, വർക്ക് തീർന്നിട്ടില്ല. അടുത്തുനിന്നുള്ള കാഴ്ചയായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇവിടേക്കുള്ള എൻട്രി ഇതാണ് വഴി. ചെറിയ അരുവികളൊക്കെ ഉണ്ട്, നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് നോക്കിയേ. നമുക്ക് ഉള്ളതാണ്, ഇതിൽ പാക്കേജിലുള്ളതാണ്. ഹെൽമെറ്റ് നമുക്ക് ആവശ്യമുണ്ട്. കണ്ട എല്ലാവരും ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. ഇതെന്താ അറിയാം, അവിടെ പണി തീരാത്ത അമ്പലമാവുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മരക്കഷ്ണോ ഒന്നും അടിക്ക് വേണ്ട വെച്ചിട്ട്, മേത്തേക്ക് വേണ്ട വെച്ചിട്ടാണ് തലേമ സേഫ്റ്റിക്കാണ് ഈ കുത്തി തന്നിട്ടുള്ളത്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് നമുക്കിവിടെ ഗൈഡ്. മുന്നിൽ പോണം. കണ്ടോ, വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ഓരോ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ കൊത്തുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിന്. ഇതിൻ്റെ ഉണ്ടോ, ഓരോ ഡിസൈൻ വർക്കുകളാണ്. മരപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വർക്ക്, ഡിസൈനിങ് വർക്കാണ്. വരച്ചിട്ട് ഡിസൈനൊക്കെ ഇതാണ്ടോ, ഓരോന്ന് വരച്ചിട്ട് അതിനിങ്ങനെ ഡിസൈൻ കൊത്തിയെടുക്കുകയാണ്. ആദ്യം വരച്ചു കൊടുക്കുന്നത് അതിനിങ്ങനെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടല്ലോ, ഇവിടെ ഫുള്ള് ലോക്കാണ് കേട്ടോ. നമ്മൾ ആണിയറ സാധനം ഉപയോഗിക്കില്ല ഇവിടെ. ഇവിടെ ഫുള്ള് ഓരോ ലോക്ക് ഇട്ടിട്ടാണ് ഇപ്പോൾ, അതപ്പോൾ അവിടെ കാണിച്ചു തന്നത് നമുക്ക്. ഫുള്ള് ലോക്കാണ്, ഫുള്ള് മരത്തിന് ലോക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ ഫുള്ള് വർക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, ആണി അടിച്ചിട്ടില്ല, ഫുള്ള് ലോക്ക്. ടെമ്പിളിൻ്റെ രൂപരേഖയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഡിസൈനും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ. അത് ചെറിയൊരു സാധനമാണ്, പക്ഷെ നമുക്ക് അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് നമുക്ക് റൗണ്ട് അടിച്ച് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഓരോ വർക്കുകളും, എല്ലാ വർക്കും നിലം വരെ ഫുള്ള് കാണിച്ചിട്ടുണ്ട് ഇതിൽ. എന്തായാലും ഈ ഡിസൈൻ ചെയ്ത ആളുകളെ ഒന്ന് സമ്മതിക്കണം, കാരണം അടിപൊളിയാണത്. ഇത്രയും നല്ലൊരു വെറൈറ്റി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും ഡിസൈൻ വെറൈറ്റി സാധനം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ടെമ്പിളും ഇതേപോലെ തന്നെയാണ്, പണി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. നിസാര വർക്ക് ചെറുതാണെങ്കിലും കൂടിയിട്ട് ഇതും നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അതേപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഓരോ സീനാണ്. ഇതാ ഇവിടുത്തെ രാജ്ഞിയാണ്. ഇവർ ജീവിച്ചിരുന്ന അന്ന് തന്നെ ഈ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വർക്കാണ്. അന്നും പണി തീർന്നിട്ടില്ല, എന്നും പണി തീർന്നിട്ടില്ല. അതെന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഒരു ഡിസൈനാണിത് കാണിക്കുന്നത്. ഇതാണ് മോഡല്. ഓരോ വശമൊക്കെ മഴയും വെയിലൊക്കെ കൊണ്ട് മങ്ങിയെന്നും, ചില സ്ഥലത്ത് വർക്ക് നടന്ന് ഫിനിഷും ഉണ്ട്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നെ ആഹാ, ഇത് നമ്മളെ ഫോട്ടോ ഉണ്ടാവുമല്ലോ. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇത് ചുമരൊക്കെ ഉണ്ട് എന്നിട്ടോ, പക്ഷേ ചുമരൊന്നുമില്ല, ഫുള്ള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ബിംബങ്ങളൊക്കെ മരത്തിൽ നല്ല എന്തൊരു ഫിനിഷിങ് അറിയോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമ്മളെന്നെ അന്തം വിട്ടു പോകും ഇതിൻ്റെ വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്.
ആളുകളൊക്കെ രൂപം കൊത്തിവെച്ച് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റാണ്. നല്ല വർക്ക്, ഫുള്ള് മരം. ഇതിൻ്റെ നിലമായാലും എല്ലാ വർക്ക്, ചുമരായാലും എല്ലാ വർക്കും, മേൽക്കൂരയായാലും എല്ലാം മരം. അതാണ് ഇതിൻ്റെ ഭംഗി. എന്താ ബാൽക്കണിയൊക്കെ കണ്ടോ? സൂപ്പറാണ്, ഭയങ്കര രസമുണ്ട്. എന്താ എന്താ ഇവിടുത്തെ വർക്ക്, എങ്ങനെ ഇതൊക്കെ പണി തീരുക? ആ സൈസാ വർക്ക്. ഓ, അതവിടെ നിന്ന് നോക്കിയാണ്ട് അപ്പുറത്തേക്ക് നോക്കിയാൽ കടൽ, നല്ല വ്യൂ ആയിരിക്കും. ഇതിൻ്റെ മുകളിലൊക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഗൈഡ്. അതിനെപ്പറ്റി എങ്ങനെ പറഞ്ഞ് കാണിക്കുകയാണ്. ബാൽക്കണീനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. You can see the center. You can see the wooden sculpture of Buranakatacha, represented by the Charlie. ഇടയ്ക്കുള്ള എൻട്രി ഇതാ. ഫ്രണ്ട് എന്താ ഒരൊറ്റ പിടി ഒരു വീഡിയോ തന്നെ കേട്ടോ. വീഡിയോ കേട്ടോ. ഇവിടെ നിന്നായി ഇവിടേക്കുള്ള എൻട്രിയാണ്. നല്ല അടിപൊളി ടെമ്പിളാണ്, സൂപ്പറാണ്. എല്ലാവരും വന്ന് കാണണട്ടത്. തായ്ലാൻഡിൽ വരുന്ന എല്ലാവരും ഇവിടെ മിസ് ചെയ്യരുത്. നമുക്കിത് കാണണം, നിർബന്ധമായിട്ട് കാണണം. ഉള്ളിലേക്ക് കയറുകയാണ്. എന്താ ഇതിനുള്ളൊരു കൂളിങ് അറിയോ? ഭയങ്കര തണുപ്പ്. ഫുള്ള് മരത്തില് വർക്ക് ചെയ്യാൻ. നല്ല വ്യൂ ഉണ്ടോ? ഈ കടലിലേക്കുള്ള ബാൽക്കണി. എന്താ കാറ്റ് അറിയാം ഇവിടെ കടലിൽ നിന്നല്ലേ, നല്ല കാറ്റാ. താമരപ്പൂ വിരിഞ്ഞിക്കണുണ്ടോ? നിന്റെ ചുറ്റോറം നടന്ന് കാണുക പറഞ്ഞാൽ തന്നെ കിലോമീറ്റർ കണക്കിനാ. അത്രയ്ക്ക് വലിയ കൊട്ടാരാണിത്, കൊട്ടാരം. വലിയ വലിയ പീസുകൾ വെച്ചിട്ടുള്ള തൂണുകളും. തൂണൊക്കെ പറയാൻ പറ്റില്ല എന്താണെന്ന് തന്നെ, പിടുത്തം വിട്ട ലെവല്. വേറൊരു സൈഡ് എന്താ അതൊക്കെ. ലിഫ്റ്റൊക്കെ ഇറങ്ങിയണ്ട. ലിഫ്റ്റ് ഫുള്ളൊക്കെ മരം. ഉള്ളിൽ കമ്പി ഉണ്ട് കേട്ടോ, പക്ഷെ ബാക്കി കൂട് ഫുള്ള് മരം. എന്താ സെറ്റ്. ആനയൊക്കെ നിൽക്കണുണ്ടോ? ഫുള്ള് മരത്തിലാട്ടോ. ആനയൊക്കെ ഫുള്ള് മരാണേ. This hall to represent the second turn of life of the Father, to represent all the admirable over here of us, the beginning of human. All the ceiling here, river of universe, the sky, represent by the വർക്കുകളാട്ടോ. ഇതൊക്കെ ഇനി ഡിസൈൻ ചെയ്യാനും മിനുസപ്പെടുത്താനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്ത് പോളിഷ് ആക്കണമെങ്കിൽ തന്നെ എത്ര കൊല്ലം വേണ്ടിവരുന്നു ദൈവത്തിന് മാത്രം അറിയാം. അത്രയും സെറ്റാണിത്. അല്ല, ഓരോന്ന് റഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ, ഡിസൈനും കഴിഞ്ഞിട്ടില്ല, ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടില്ല. ഫിനിഷ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ കൊല്ലങ്ങളോളം വേണ്ടി വരും. എന്താ ഓരോ പണികൾ. ഗണപതിയൊക്കെ കണ്ടോ? എത്രയും വലിപ്പം എന്നറിയതൊക്കെ. ശരിക്കും ഒരു ആനയുടെ വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എത്ര കൊല്ലങ്ങൾ കൊണ്ട് കഴിയുന്നൊന്നും ഒരു പിടുത്തമില്ല, ഒരിക്കലും കഴിയില്ല. അങ്ങനത്തെയാണ് ഇതിൻ്റെ വർക്ക്. അതുകൊണ്ടാണ് ഇത് പണി തീരാത്ത ഡംബിളായി കിടക്കണത് ഈ സംഗതി. അത് കറക്റ്റാണ്, ഇത് തീരുമില്ല. കാരണം അത്രയ്ക്ക് വർക്കുണ്ട് ഇതിൽ. ഇതാ കൊത്തുപണി ചെയ്ത് അതേ മോഡലിൽ തന്നെ കിടക്കണുള്ളൂ. ഒന്ന് ഫിനിഷ് ചെയ്യേ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരിക്കലും കഴിയില്ല. ഈ ജന്മത്തിൽ എന്തായാലും കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. കറക്റ്റാണ് ഇതിൽ പറഞ്ഞത്. ഇത് ഫുള്ള് പണി തീർന്നു കഴിഞ്ഞാൽ ലോകം അവസാനിക്കുന്നു.
അപ്പോൾ ഒരിക്കലും ലോകം അവസാനിക്കൂല എന്നുള്ളൊരു വിശ്വാസമാണിത് കറക്റ്റ്. കാരണം വെച്ചാൽ അത് ഒരിക്കലും പണി തീരൂല. കാരണം നീ ഇപ്പോൾ വർക്ക് കണ്ടറിയാം. അപ്പോൾ പിന്നെ ഇത് ലോകം അവസാനിക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കൊക്കെ ഇരിക്കാം കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട, ഇത് പണി തീരൂല. അതുകൊണ്ട് നമുക്ക് ലോകം അവസാനിക്കില്ല. അടിപൊളിയായിട്ട് ധൈര്യമായിട്ട് വിലസിക്കോളി. ഓരോന്നിൻ്റെ വർക്കുകൾ കണ്ടാൽ എന്താണിപ്പോൾ ഇതൊക്കെ. ഇവരെ കയ്യിലൊക്കെ ഉളിയാണ്. കാരണം ഫുള്ള് മരം കൊണ്ടുള്ള വർക്കാവുകൊണ്ട് ഉളി വെച്ചിട്ടാണിത് ചെയ്യണത്. അപ്പോൾ ഈ ഉളി മുട്ടിയാവുമ്പോൾ നമ്മൾ അടിയിൽ നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കില്ല, നമ്മളധികം ഇങ്ങനെ പോകും. അതുകൊണ്ട് തൊപ്പി ആരും ഇതിൽ ഊരി വെക്കരുത് എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ കാരണം തന്നെയാണ് അവരെ കയ്യിൽ നിന്ന് എങ്ങാനും വഴുതി താഴെ വീണിട്ടുണ്ടെങ്കിൽ നമ്മളെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ മുറിയാവും, അറിയില്ലേ? അപ്പോൾ നമ്മുടെ തലയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തൊപ്പി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കറക്റ്റാണ്. ഞാനും വിചാരിച്ചത് ഫസ്റ്റിൽ എന്ത് കാര്യത്തിന് ഈ തൊപ്പിയെന്ന്, പക്ഷെ ഇപ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത്. കാരണം വെച്ചാൽ ഇവിടെ ലേബേഴ്സ് കണ്ടമാനുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക തന്നെ വേണം. തൊപ്പി ഊരി വെക്കരുത്. അങ്ങനെ തൊപ്പി ഊരിയാണെങ്കിൽ തന്നെ വർക്ക് നടക്കാത്ത ഭാഗത്തൊക്കെ ഊരിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുക നല്ലത്. അല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, അവരെ കയ്യിൽ നിന്ന് വഴുതി വീണിട്ട് നമ്മൾ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. തൊപ്പി ഊരി വെക്കേണ്ട. വർക്ക് നടക്കാത്ത സ്ഥലത്തൊക്കെ ഊരി വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഒന്നും പറയൊന്നുമില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഇതൊരു സംഭവം തന്നെയാണ്. നമുക്ക് കണ്ടോ ഒരു സിഗ്നൽ ഇങ്ങനെ കാണിച്ചു തരും അവർ. ഇപ്പോൾ ടോർച്ച് കൊണ്ട് ലേസർ അടിച്ച് കാണിച്ചു തരിക. എന്നിട്ട് ഓരോ ഭാഗത്ത് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് അത് ഇന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. കണ്ടോ ഓരോ ഡിസൈൻസ് വർക്കുകൾ നമുക്ക് ടോർച്ച് കൊണ്ട് ലേസർ അടിച്ച് കാണിക്കുക. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും നമുക്കറിയാത്ത ഓരോ കാര്യങ്ങൾ. കണ്ടോ ചുമരില്ലല്ലോ, കണ്ടോ ഫുള്ളും കണ്ടോ. ആദ്യം മരത്തിന്റെ ഒരു തടി ഫുള്ളായിട്ടാണ് ഒരുമിച്ച് കൊടുത്താണ്. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ വെച്ചിട്ട് അതിന് ഡിസൈൻ വർക്ക് കഴിയുമ്പോൾ കയറ്റുകയാണ്. കണ്ടോ ഉള്ളിൽ കമ്പിയൊന്നും കേട്ടോ, മരം തന്നെയാണ്. മരം ഉഴിഞ്ഞ് ഫിനിഷ് ആക്കിയിട്ട് ഉള്ളിൽ അതിന് ഡിസൈൻ വർക്ക് കൊത്തിയിട്ട് മരം കൊണ്ട് കൊത്തിയിട്ട് അതിന് ഇങ്ങനെ പിടിപ്പിക്കുക. ഇതാണ് തൂണിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. കണ്ടോ കണ്ടോ അവിടെയൊക്കെ അതാണ് വർക്ക് കിടക്കണ്ടോ. പുറത്ത് ഡിസൈൻ കൊത്തിയിട്ട് കൊടുന്ന് വെക്കുക ഡിസൈനുകൾ. ഞാനൊരു ഒറ്റ തടിയിൽ കൊത്തിയെന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല. ആദ്യം ഒറ്റ തടി വെക്കുന്ന മുകളിൽ, പിന്നെ ഡിസൈൻ കൊത്തിയിട്ട് പീസുകളാക്കിയിട്ട് അതിന് ഫിറ്റ് ചെയ്യുക. അതാണ് ഈ ട്രാക്ക്. ഉണ്ടോ ഈ ട്രാക്കൊക്കെ ഓരോ പീസുകളാണ്. കണ്ടോ ഇത്ര എളുപ്പമുള്ള പീസ് കണ്ടോ. ഈ ഒരു ചതുരത്തിൽ ഇങ്ങനെ ഈ പീസാണ് ഇതിനറ്റം. ഇവിടുന്ന് ഇട്ടിട്ട് ഇടത് വരെ പീസ് കണ്ടോ. ഇതിന് ഇവിടെ കട്ടിങ് ഉണ്ട്. ഈ ഡിസൈൻ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ഒരുമിച്ച് വെച്ച് ഡിസൈൻ ഫുള്ളാവും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒറ്റ തടിയിൽ ചെയ്താണെന്ന്. ഒറ്റ തടിയിലല്ല കേട്ടോ. അപ്പോൾ ഓരോ ഗോപുരത്തിൻ്റെ വർക്കിലും നമ്മൾ ഒറ്റത്തടി എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ മരത്തിൻ്റെ വർക്കാവുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. കല്ലിൽ വെക്കുന്നതൊക്കെ ചിലപ്പോൾ ഒറ്റ കല്ലായിരിക്കും. പക്ഷെ മരത്തിൻ്റെ ആകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിപ്പോഴാണ് മനസ്സിലായത്. ഞാനും ഒറ്റത്തടിയെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒറ്റത്തടിയല്ല. അതിപ്പോൾ കറക്റ്റ് മനസ്സിലായി. ഇതിവിടെ വർക്ക് നമുക്ക് കാണുകൊണ്ട് മനസ്സിലായി. അല്ലാതെ കഴിയൂല. ഇത്രയും ഡിസൈൻ ചെയ്തിട്ട് നമുക്കൊരു കൊത്ത് വർക്ക് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് മോഡലായിട്ടും ചെയ്യാൻ പറ്റുന്നവർക്ക് ഓരോ പീസ് വെക്കിയ കാരണം. ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഓരോ ഡിസൈനും എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണ്. ഫുള്ള് വർക്ക് അങ്ങനെ. എന്തായാലും ഫുള്ള് മരാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഭയങ്കര രസമാണ്. അത് കണ്ടോ ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ്, ബാൽക്കണിയാണ് ഇതൊക്കെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോ ഇത് കാണിച്ചു തരാം. കണ്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ബാൽക്കണിയിൽ ഇരുന്നിട്ട് കടലും കണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തൊരു കാറ്ററിയാം, നല്ല തണുത്ത കാറ്റ്. ഇവിടെ നിന്ന് ഉള്ളിൽ ഫാനും വേണ്ട, ഒന്നും വേണ്ട, ഭയങ്കര സുഖം. പ്രത്യേകിച്ച് ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല തണുപ്പ്.
എന്തായാലും ഒരു രക്ഷയില്ല, ഭയങ്കര രസമായിട്ടുണ്ട് ഇത്. On the left here, a society full of blade represent the wooden sculpture of the one child that they were accidentally the next staff never say sorry. Opposite side represent the society full of apology and forgiveness. You can see all the picture here. Now you can see the color like this. അപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങി പോവാണ്. സെറ്റാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ കാണണം വന്നിട്ട്. ഇവിടെ ആന സഫാരി ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആന സഫാരി ഉണ്ട് ഇവിടെ. അമ്പലത്തിൽ വരുന്നവർക്ക് ചുറ്റുവരം നടന്ന് കാണാൻ വേണ്ടിയിട്ട് ആന സഫാരി ഉണ്ടോ. ഒരു ആന സഫാരിയാണ്. നമുക്ക് ഇവിടുന്ന് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആനപ്പുറത്ത് പോകട്ടോ. ഞാൻ ആനടുത്ത് കൂടെ പോകേണ്ടി തിരിഞ്ഞാൽ ഞാൻ പോടും കേട്ടോ. വേറെ കാര്യം. അപ്പോളേ ഇത് നടന്ന് വിശന്നൊരു ബൈക്കായി. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടി നോക്കട്ടെ. തൊപ്പി നമ്മൾ റിട്ടേൺ ഏൽപ്പിക്കാനാണ് പറഞ്ഞത് കേട്ടോ. എന്താണ് അതെ 300 ബാത്ത് കേട്ടോ തോണി പോകണമെങ്കിൽ. പിന്നെ ആനപ്പുറത്ത് കയറണൊക്കെ 400 ബാത്ത്. മസാജ് ചെയ്യണൊക്കെ 100. പിന്നെന്താ അഗ്നിയുടെ ഡ്രസ്സ് ഇട്ട് നമുക്ക് തരും, അത് 400 ബാത്തിൽ. നമുക്ക് ഡിസൈൻ നല്ല മോഡലാക്കി ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താണ് കുതിര സഫാരി ഉണ്ട് 200 ബാത്ത്. ബോട്ടിങ് 2 പേർക്ക് 500 ബാത്ത്. ഹോഴ്സ് നടത്തി ഇങ്ങനെ പോവുക 300 ബാത്ത് ഒക്കെ തന്നെ. വേണം നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ റേറ്റ് കണ്ടില്ലേ. ഈ 80 എന്നൊക്കെ പറയുന്ന ബാത്ത് കൂട്ടിയായി 120 ഒക്കെ ബാത്താണ്. കുഴപ്പമില്ല, കണ്ടിട്ട് നല്ല ഉഷാറാണ്. ഇത് നമ്മളെ അടിപൊളി. ഹലോ, ഫൈൻ. 哎呀，要什么？你说2它拍很漂亮哦。你有 number 哪有？说避免什么？ ഞങ്ങൾ ഇവിടുന്ന് 2 ജ്യൂസ് മേടിച്ചു. എത്ര ബാത്താ? 200 ബാത്ത്. 2 ജ്യൂസിന്, ഒരു ജ്യൂസിന് 100 ബാത്താണ്. നമ്മളവിടുത്തെ 275 ഉറുപ്പിയുള്ളൂ. ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സാധനം തരും കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തരും. ഇത് ഒറിജിനൽ വാങ്ങാനും കയറിക്കണ്ട കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. ഡിസൈനിന് വെറുതെ ചെയ്ത് വെച്ചാണ്. പക്ഷെ ഉള്ളതുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ. എന്താ ഫ്രഷ് മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ച് കൊടുന്നേ ചെയ്യാൻ നമുക്ക് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ മാങ്ങ വെട്ടി വെച്ച് സെറ്റാക്കി തന്നെ നമുക്ക് ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ച് തരും. 1 2 3 അല്ല, അത് കണക്കാക്കിയിട്ടല്ല ഇത് കേട്ടോ. അത് നമ്മളെ ക്ലാസ്സിക്കാക്കിയിട്ട് കണക്കാക്കി തരുള്ളൂ. ഒഴിച്ചു. ഐസ് എക്സ്ട്രാ ഇടുന്നുണ്ട്. അപ്പോൾ മറ്റേ കണക്ക് തണുത്ത വെള്ളമായിരിക്കില്ല, അതാവും. ഐസ് വീണ്ടും കോരിയിട്ടു. ഐസും കൂട്ടിയിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും, നല്ല തണുപ്പായിരിക്കും. ശരിക്കും അറിഞ്ഞിട്ടില്ല എന്ന് ടെസ്റ്റ് ചെയ്യാണ്. വാവ്, അടിപൊളി മാംഗോ ജ്യൂസായി. കണ്ടോ? സെറ്റായി. നമ്മൾ ആളവിടെ മേടിച്ച് കൊണ്ടുണ്ട്. ഓക്കെ. ഈ മഴ കൊണ്ടുവച്ചിട്ട് ഈ മരത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒക്കെ അതേപോലെ കളർ ഇങ്ങനെ മാറിയെന്നുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. നല്ല ക്ലിയറിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ പ്രതിമകളെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണിയാണിത്. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഇതൊക്കെ. ഉണ്ടോ? എന്താ രസവും. വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. ഡിസൈൻ കണ്ട് നമ്മളൊരു ബൈക്കാവും കേട്ടോ. അതൊക്കെ
ഇതല്ലേ ഈ ചരിത്രമായ അമ്പലത്തിൽ ഒരു ഡിസൈൻ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇത് നമുക്ക് കണ്ടോ, ഈ കൊത്തുപണിയിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായി കാണുന്നു. നമുക്ക് ഇതൊക്കെ ഐഡിയ ഉണ്ടാവുകൊണ്ട് ഡിസൈൻ ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മളോടെയാണ് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത്. ഇത് ഡിസൈനിങ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എപ്പി ഗോൾഡിൻ്റെ ഡിസൈനറാണ് നമ്മൾ. അതുകൊണ്ട് നന്നായി ഡിസൈൻ ചെയ്യാൻ അറിയാം. എവിടെ നല്ല മൂവിങ് ലൈറ്റാണ്. അതുകൊണ്ട് എപ്പി ഗോൾഡിനെ പറ്റി പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ എപ്പി ഗോൾഡിൻ്റെ ഡിസൈനിങ് നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റി. വെറൈറ്റി ഡിസൈൻ കാണിച്ചു കൊടുത്തു. മരത്തിലായാലും ഗോൾഡിലായാലും ഏത് വർക്കിലായാലും നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെച്ചം. അതിന് അവസരം ഒരുക്കി തന്ന മാം താങ്ക് യു. എന്താ ഇവിടുത്തെ വഴിയറിയാം. ഒന്ന് പഠിച്ചാ ബുദ്ധ വിവാഹര കേന്ദ്രം ബുദ്ധൻ്റെ അമ്പലത്തിലെല്ലാം പരിപാടിയും കഴിഞ്ഞ് പോവുകയാണ്. നമ്മളെ വണ്ടിയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ്, അടിപൊളി ടെമ്പിൾ കേട്ടോ, കാണണ്ട തന്നെ. തായ്ലാൻഡിന് വരുന്നവർ ഇത് മിസ്സാക്കരുത്, നിസ്സാരമാക്കിയിട്ട് കളയരുത്. ഇത് അടിപൊളി സംഭവം, ചരിത്രമാണിത്. ഒരു നൂറ്റാണ്ട് കാലത്തെ പരിശ്രമമാണ്, ഇന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും വർക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഇനി ഒരു നൂറ്റാണ്ട് കാലമായാലും ഇത് തീരുമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇതിലൊരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇത് അവസാനിക്കണം അന്ന് ലോകം അവസാനിക്കുന്നത്, വർക്ക് തീരുന്ന അന്ന് ലോകം അവസാനിക്കുന്ന അവിടെ എല്ലാവരും പറയണത്. പക്ഷേ ഇത് ഒരിക്കലും തീരുന്നില്ല, കാരണം അതാണ് അതിൻ്റെ വർക്ക്. ഓക്കെ.